ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രുക്കു വിജയശങ്കറിനോട് പറയുന്നുണ്ട് ഒന്നും കൂടി വിഷ്ണുവിൻ്റെ വീട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചിട്ടൊക്കെ പോരേന്ന്. വിജയശങ്കർ പറയും ഒന്നും അന്വേഷിക്കാതെ ഞാൻ ഈ കല്യാണമായി മുന്നോട്ട് പോവില്ലല്ലോ, നല്ലതുപോലെ അന്വേഷിച്ചിട്ട് തന്നെയാണ്. രുക്കുവിന് മനസ്സിലാവും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. ആ സമയം കൊണ്ട് വിഷ്ണുവും വീട്ടുകാരും എത്തിയിട്ടുണ്ട്. കല്യാണ നിശ്ചയത്തിന് സമയമായെന്നും പറഞ്ഞ് രുക്കുവിനെ താഴോട്ട് വിളിപ്പിക്കും. എന്താ താമസിച്ചതെന്ന് അവർ ചോദിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ആൻറ്റി പറയുന്നുണ്ട് ബ്ലോക്ക് ആയിരുന്നു, ഒരു പോലീസുകാരെ വണ്ടിയിൽ കയറിയിരുന്നു, അതുകൊണ്ട് ബ്ലോക്കിൽ നിന്ന് ഒരുവിധമൊക്കെ രക്ഷപ്പെടാൻ സാധിച്ചു എന്ന് വിഷ്ണു ആൻറ്റിയോട് പറയുന്നുണ്ട്. ആൻറ്റി, മുഖത്ത് ദേഷ്യം കാണിച്ച് നിൽക്കരുത്, പ്രസന്നതയോടെ നിൽക്കണം എന്നൊക്കെ. ആൻറ്റി അതങ്ങ് സമ്മതിക്കും. ആര്യാണ് വിളക്ക് കൊളുത്തുന്നത്. രുക്കുവിനെ വിളിച്ചിട്ട് വരാൻ പറയുമ്പം വിമലയാണ് രുക്കുവായിട്ട് വരുന്നത്. അവളുടെ മുഖത്താണെങ്കിൽ യാതൊരുവിധ സന്തോഷവും ഇല്ല. വിജയം പറയുന്നുണ്ട് അവളോട് വിളക്കിന് മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ. രുക്കു വിളക്കിൻ്റെ അടുത്ത് നിന്ന് മിണ്ടാതെ നിൽക്കുമ്പോൾ വിമല പറയുന്നുണ്ട് മോള് പ്രാർത്ഥിക്കുന്നു. രുക്കു പറയും ഞാൻ എല്ലാ കാര്യവും എല്ലാവരോടും തുറന്നു പറയാൻ പോവാ, ഈ കല്യാണ നിശ്ചയം നടക്കില്ല. വിമല പറയും ഇപ്പം നീ ഒന്ന് പ്രാർത്ഥിക്കും മോളേന്ന്. രുക്കു പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ ഈ കല്യാണ നിശ്ചയം എങ്ങനെയും മുടങ്ങിപ്പോണേ, ഇത് നടക്കരുതേ, ഞാൻ വഴിപാടൊക്കെ നടത്തിയേക്കാന്ന്. ചന്ദ്രലേഖ മനസ്സിൽ ചിന്തിക്കും ഈ കല്യാണ നിശ്ചയം മുടങ്ങാനായിരിക്കും നീ പ്രാർത്ഥിക്കുന്നത്, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലടി കാമുകി. പെട്ടെന്ന് രുക്കുവിനൊരു ഐഡിയ തോന്നും, ഈ വിളക്കങ്ങ് തട്ടിയിട്ടാലോ എന്ന്. അവൾ പതിയെ നോക്കുമ്പം ചുറ്റുമുള്ളവരൊന്നും അവളെ ശ്രദ്ധിക്കുന്നില്ല, വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ്. രുക്കു പതിയെ വിളക്കി തൊട്ട് തൊഴുന്ന പോലെ കാണിച്ചിട്ട് കൈകൊണ്ട് വിളക്കങ്ങ് തട്ടിയിടും. പെട്ടെന്ന് തന്നെ അവൾ അയ്യോന്നും പറഞ്ഞ് പുറകോട്ട് മാറും. ദേ വലിയേട്ടാ, ദുശകുന, വിളക്ക് മറിഞ്ഞു പോയി. ദേ ചന്ദ്രേച്ചി, ദുശകുന ചന്ദ്രേച്ചി, നമുക്ക് ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ, ജോത്സിനെ വിളിച്ചൊന്ന് ചോദിച്ചാലോ ഈ കല്യാണമായിട്ട് മുന്നോട്ട് പോകാവോ എന്ന്. ചന്ദ്ര പറയും അതൊന്നും കുഴപ്പമില്ലെന്നേ. വിജയശങ്കർ പറയും കൈ തട്ടി മറിഞ്ഞതല്ലേ, അത് കുഴപ്പമില്ല. മോളെ ഒന്നും കൂടി വിളക്ക് കത്തിക്കാൻ പറയുമ്പോൾ ആരി പോയി വിളക്ക് കത്തിക്കും. ആ പ്ലാൻ ചീറ്റിപ്പോയിന്ന് രുക്കുവിന് മനസ്സിലാവും. വിമല അവളോട് ചോദിക്കും നീ മനഃപൂർവ്വം വിളക്ക് തട്ടി ഇട്ടതല്ലേ. രുക്കു പറയും അതെ, ഈ കല്യാണ നിശ്ചയം നടക്കത്തില്ല, എങ്ങനെയാണെങ്കിലും ഞാനിത് മുടക്കും, എന്നെ കൊന്നാലും ശരി സത്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയും. അന്നേരം സമയമായി എന്നും പറഞ്ഞ് രുക്കുവിനോടും വിഷ്ണുവിനോടും വിളക്കിന്റെ മുമ്പിൽ ചെന്ന് ഇരിക്കാൻ പറയും. രുക്കു ചെന്ന് ഇരിക്കുന്നുണ്ട്, വിഷ്ണു വന്നിരിക്കും. മോതിരം എടുക്കാന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ അച്ഛൻ മോതിരം നോക്കുമ്പം ആ പാത്രത്തിൽ മോതിരം കാണുന്നില്ല. മോതിരം ഇത് എവിടെ പോയിന്ന് അവർ പരസ്പരം ചോദിക്കുന്നുണ്ട്. എടുത്തു വെച്ചതല്ലേന്ന് ആൻറ്റി ചോദിക്കും. അതേന്ന് വിഷ്ണുവും പറയും. അവർ അവിടേക്ക് നോക്കിയിട്ട് മോതിരം കാണില്ല. ആൻറ്റിയുടെ ബാഗിലും എല്ലാം നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് എവിടെ പോയിന്ന് ഓർക്കും. വിജയം പറയും എന്താ ഇത്, കുറച്ചും കൂടി സൂക്ഷിക്കേണ്ടേ ഇതൊക്കെ, മോതിരം ഇല്ലാതെ എങ്ങനെ കാര്യം നടക്കും. വിഷ്ണു പറയും ഞാനൊന്ന് കാറിൽ പോയി നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് അവൻ കാറിൽ നോക്കാൻ പോകും. ഈ സമയം അർച്ചന അവളുടെ ഓഫീസിലിരിക്കുകയാണ്. ഉണ്ണിമോൾക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ മഞ്ജുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ഉണ്ണിമോളാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് മോളെ, പനിയൊക്കെ കുറഞ്ഞോ എന്ന് ചോദിക്കുമ്പം കുറഞ്ഞു എന്നൊക്കെ ഉണ്ണിമോള് പറയും. അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് മഞ്ജു വന്ന് ചോദിക്കുന്നത് ആരാന്ന്. ആൻറ്റിയമ്മയാന്ന് പറയും. ഫോൺ ഇങ്ങ് തരാൻ മഞ്ജു ദേഷ്യത്തോടെ പറയുമ്പം തരില്ല എന്ന് ഉണ്ണിമോള് പറയും. വീണ്ടും മഞ്ജു ദേഷ്യപ്പെടുമ്പോൾ ഉണ്ണിമോള് ഫോൺ കൊടുക്കും. മഞ്ജു ഫോൺ വാങ്ങിയിട്ട് കുറച്ച് പരുക്കനായിട്ട് തന്നെ സംസാരിക്കും. അവൾക്ക് കുഴപ്പമൊന്നുമില്ല, പനിയൊന്നുമില്ല, എല്ലാം മാറിയെന്ന് പറയും. അർച്ചന ചോദിക്കും അതിന് മഞ്ജു എന്തിനാ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതെന്ന്. മഞ്ജു പെട്ടെന്ന് സ്വരം മാറ്റിയിട്ട് പറയും അയ്യോ ചേച്ചി, ഞാൻ ദേഷ്യപ്പെട്ടതല്ല, എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ ഒരു കാറല് പോലെ, അതുകൊണ്ടാ. ഉണ്ണിമോക്ക് കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. അർച്ചന പറയും ശരി. അച്ചു അവിടെ ഉണ്ടോ? മഞ്ജു പറയും അച്ചു രാവിലെ പോയതാ, ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ ശരിയെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യും. അവൻ എന്തൊക്കെയോ ചുറ്റിക്കളി ഉണ്ടല്ലോ എന്ന് അർച്ചനയ്ക്ക് ഒരു സംശയം തോന്നും. അച്ചുവിനെ അർച്ചന ഫോൺ ചെയ്യുന്നുണ്ട്. നീ ഇത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അച്ചു പറയും അത് ചേച്ചി ഞാൻ ഈ വാടകയ്ക്കെടുത്ത യൂണിഫോം. അർച്ചന ചോദിക്കും എന്താ നീ പറഞ്ഞത്. പെട്ടെന്ന് അച്ചുവിന് അബദ്ധം മനസ്സിലാവും. അവൻ പറയും അല്ല ചേച്ചി, ഉണ്ണിമോളുടെ യൂണിഫോമിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. അർച്ചന പറയും ഉണ്ണിമോൾക്ക് പനിയാന്നുള്ള കാര്യം നീ അറിഞ്ഞോ? ഇല്ലയെന്ന് അച്ചു പറയും. പിന്നെ അർച്ചന എന്തോ പറഞ്ഞു വരുമ്പോഴത്തേക്ക് എന്നാൽ ശരി ചേച്ചി എന്ന് പറഞ്ഞാൽ അവൻ കോള് കട്ട് ചെയ്യും. അവൻ പറയും ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു, ചേച്ചി എങ്ങാനും വീഡിയോ കോൾ വിളിച്ചിരുന്നെങ്കിൽ ഇന്നത്തോടെ എല്ലാത്തിനും ഒരു തീരുമാനമായേനെ. അർച്ചനയ്ക്ക് എന്നാലും അച്ചുവിൻ്റെ സംസാരത്തിൽ എന്തൊക്കെയോ പന്തികേട് തോന്നുന്നുണ്ട്. ഈ സമയം വിഷ്ണു കാറിൽ പോയി നോക്കിയിട്ട് അവിടെ എങ്ങും മോതിരം കാണില്ല. തിരിച്ചു വരുന്ന വിഷ്ണു പറയുന്നുണ്ട് കാറിലെങ്ങും മോതിരം ഇല്ലാന്ന്. സത്യം പറയും ഇനി കിട്ടിയിട്ടും കാര്യമില്ല, മുഹൂർത്തം കഴിയാറായി. രുക്കുവിന് മാത്രം ചെറിയ സന്തോഷമൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. എന്നാലും ഇത് വല്ലാത്തൊരു സംഭവമായി പോയല്ലോ എന്ന് ചന്ദ്രലേഖ പറയും. വിജയൻ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമല്ലേ വിഷ്ണുവിന്. വിമല ചോദിക്കും കാറിലേതോ പോലീസുകാരൻ കയറി എന്നല്ലേ പറഞ്ഞത്, ഇനി അയാളെങ്ങാനും. ആൻറ്റി പറയും ഇല്ല, ബാഗ് എൻ്റെ കയ്യിൽ തന്നെ ഇരുന്നത്, അതിലായിരുന്നു മോതിരം ഉണ്ടായിരുന്നത്. എന്താണെങ്കിലും അപശകുനായിപ്പോയിന്ന് വിജയശങ്കർ പറയുമ്പം സത്യം പറയുന്നുണ്ട് നിങ്ങളുടെ ഉദാസീനത കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആൻറ്റി ചോദിക്കും അനിയൻ എന്തിനാ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത്. സത്യം ദേഷ്യത്തോടെ ചോദിക്കും പിന്നെ പറയാതിരിക്കുന്ന എങ്ങനെയാ, ചടങ്ങ് മുടങ്ങിയില്ലേ, ഈ കണക്കിന് കല്യാണത്തിന് താലിയില്ലാതെ നിങ്ങൾ വരുമല്ലോ. ആൻറ്റി പറയും കല്യാണത്തിന്റെ കാര്യമൊക്കെ ഒന്നും കൂടി ആലോചിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. വിഷ്ണു ആൻറ്റിന്ന് വിളിച്ച് എന്തോ പറയാൻ തുടങ്ങുമ്പോൾ അവര് പറയും ചുമ്മാ തിരിയടാ,
വിജയശങ്കർ ചോദിക്കും, നിങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞത്? മോതിരം മാറൽ നടന്നില്ലെങ്കിലും നമുക്ക് വാക്കാൽ കാര്യങ്ങൾ ഉറപ്പിക്കാലോ. വിഷ്ണുവിന് അത് സമ്മതാണ്. അങ്ങനെ ചെയ്യാന്ന് പറയുമ്പോ ആന്റി പറയും, നീ ഒന്ന് അടങ്ങി നിക്കട ചെറുക്ക. ചന്ദ്രലേഖ പറയും, നമ്മൾ എന്തിനാ സംസാരിച്ച് മുഷിയുന്നത്? വിവാഹ നിശ്ചയത്തിന് ഒരു തടസ്സം ഉണ്ടായെന്ന് കരുതി കുടുംബങ്ങൾ തമ്മിൽ തെറ്റേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവര് പറയും, കുടുംബത്തിന്റെ മഹിമയൊന്നും പറയല്ലേ ചന്ദ്രലേഖയെ, ചിലതൊക്കെ ഞങ്ങൾക്കും അറിയാം. ആന്റി ഒന്നും മിണ്ടാതിരിക്കുന്ന വിഷ്ണു പറയുമ്പോ അവര് പറയും, നീ മിണ്ടിപ്പോവരുത്. ചന്ദ്രലേഖ ചോദിക്കും, എന്തറിയാന്നാ നിങ്ങൾ ഈ പറയുന്നത്? ആന്റി പറയും, ആ പോലീസുകാരൻ വെറുതെ വന്ന് ഞങ്ങളുടെ കാറിൽ കയറിയതല്ല, ദയവായിട്ട് അവനെ പറഞ്ഞയച്ചതാ. ചന്ദ്രകാന്തത്തിലെ ചില വിശേഷങ്ങൾ അയാൾ പറഞ്ഞു. നിങ്ങളുടെ രണ്ടാം കെട്ടായിരുന്നല്ലേ? ഇതൊക്കെ എങ്ങനെ ഇവരറിഞ്ഞു എന്ന് രുക്കു ഉൾപ്പെടെയുള്ളവർ ചിന്തിക്കുന്നുണ്ട്. വക്കീലിന്റെ ആദ്യ ഭാര്യ ഓടിച്ചു വിട്ടിട്ട് ചന്ദ്രലേഖ ഇങ്ങനെ സ്വന്തമാക്കുമായിരുന്നല്ലോ. അത് കേൾക്കുമ്പോൾ ചന്ദ്രലേഖയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. വിജയശങ്കർ ചോദിക്കും, ഞങ്ങളുടെ രണ്ടാം വിവാഹം ആയത് രുക്കുവിനെ എങ്ങനെയാ ബാധിക്കുന്നത്? സത്യം പറയും, ആരോ പറയുന്ന ഏഷണി കേട്ടിട്ട് ഇവര് വെറുതെ ചൊറിയാൻ വരുവാ ഏട്ടാ. അവര് പറയും, ആചാന ഭാഗു ഒന്നടങ്ങ്. ദേ തള്ളേന്ന് വിളിച്ച് സത്യം ദേഷ്യപ്പെടാൻ ചെല്ലുമ്പം വിജയശങ്കർ പറയുന്നുണ്ട്, നീ ഒന്ന് അടങ്ങിയിരിക്കാൻ. ഇതെല്ലാം കണ്ട് രുക്കു ഒരു ഊറിയ ചിരിയോടെ നിൽക്കുകയാണ്. ആന്റി പറയുന്നുണ്ട്, ഇതൊക്കെ രുക്കുവിനെ എങ്ങനെയാ ബാധിക്കുന്നതെന്ന് വക്കീല് ചോദിച്ചല്ലോ. പറയാം, ജോത്സ്യൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള മുന്നറിയിപ്പ് എന്താ? എന്ത് മുന്നറിയിപ്പെന്ന് വിജയശങ്കർ ചോദിക്കുമ്പം അവരൊരു ചിരിയോടെ ചോദിക്കും, ഈ നിൽക്കുന്ന ശൃംഗാരിയുടെ ജാതകത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവള് വെല്ലവന്റെയും കൂടി ഒളിച്ചോടിപ്പോയി കല്യാണം കഴിക്കുന്നല്ലേ? അത് കേട്ട് വിജയശങ്കറിന് ദേഷ്യം വരും. നിർത്തുന്ന വിജയശങ്കർ ഒച്ച വെക്കും. ആന്റി പറയും, ഞാൻ നിർത്തിയാലും ഇവള് അടങ്ങി നിൽക്കുന്ന സൈസൊന്നും അല്ല. അത് കേൾക്കുമ്പോൾ രുക്കുനും ദേഷ്യമാവുന്നുണ്ട്. നിങ്ങൾ ഇപ്പം പറഞ്ഞതൊന്നും എന്റെ പെങ്ങളുടെ ജാതകത്തിൽ ഇല്ല. വിജയൻ പറയുമ്പോൾ സത്യം പറയുന്നുണ്ട്, വീട്ടിൽ കയറി അനാവശ്യം വിളിച്ച് പറഞ്ഞോണ്ടല്ലോ വിവരം അറിയും നിങ്ങള്. ആന്റി പറയും, വിവരം അറിയാൻ പോകുന്നത് നിങ്ങളൊക്കെയാ, ഈ കുഞ്ഞി പെങ്ങള് കാരണം. സത്യനങ്ങ് ദേഷ്യം കയറി വരുന്നുണ്ട്. നിങ്ങളൊരു സ്ത്രീയായി പോയി, ഇല്ലെങ്കിൽ ഞാൻ തല്ലുമായിരുന്നു എന്ന രീതിയിൽ സത്യം സംസാരിക്കുമ്പോഴത്തേക്കും ആന്റി പറയും, ഓ പിന്നെ, അല്ലെങ്കിൽ നീ എന്നെ മൂക്കി വലിച്ചു കയറ്റിയാനെ. അവന്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇനി നമുക്ക് ഈ പെണ്ണ് വേണ്ട. സത്യം പറയും, അല്ലെങ്കിലും നിങ്ങൾക്ക് ഇനി തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. രുക്കുനങ്ങ് സന്തോഷാകും. ആന്റി പറയും, അല്ലെങ്കിലും ഈ അപശകുനം പിടിച്ചതിനെയൊക്കെ ആർക്ക് വേണം? എവിടെയെങ്കിലും കൊണ്ടുപോയി കള. സത്യന് ദേഷ്യം വന്ന് ആന്റിയുടെ നേരെ അവൻ ചെല്ലുന്നുണ്ട്. എല്ലാവരും നോക്കി നിൽക്കുമ്പം അതേ ദേഷ്യത്തോടെ തന്നെ സത്യൻ വിഷ്ണുവിന്റെ കവിളത്ത് നല്ലൊരു അടി കൊടുക്കും. വേഗം തന്നെ വിജയശങ്കർ വന്ന് സത്യനെ പിടിച്ചു മാറ്റുന്നുണ്ട്. സത്യം പറയും, നിങ്ങൾക്കുള്ള അടിയാ ഞാൻ ഇവന് കൊടുത്തത്. നിങ്ങളൊരു പെണ്ണായതുകൊണ്ട് മാത്രം ഞാൻ ഇവന് കൊടുത്തത്. വിഷ്ണു തിരിച്ചടിക്കടാ അവനെ. വിഷ്ണു പറയും, വേണ്ട ആന്റി, നമുക്ക് സമാധാനത്തോടെ സംസാരിക്കാം. വിജയൻ പറയും, ഇനി ഒന്നും പറയണമെന്നില്ല. സത്യം പറയും, ഇറങ്ങി പോടാ ഇവിടുന്ന്. വിഷ്ണുവിനെ വിളിച്ച് അച്ഛൻ അങ്ങ് പോകുമ്പോ ആന്റി പറയുന്നുണ്ട്, ഈ ആലോചന തുടങ്ങി വെച്ചത് ചന്ദ്രലേഖയാന്ന് എന്റെ നാത്തും പറഞ്ഞിട്ടുണ്ട്. നീ ചെവി നുള്ളിക്കോ, ഇതിന് ഞാൻ നിന്നോട് പകരം ചോദിച്ചിരിക്കും. കൈയില്ലാത്ത ബ്ലൗസ് വിട്ട് ഞാനും ഒരു വരവ് വരും. രുക്കു അത് കേട്ട് അടക്കിച്ചിരിക്കുന്നുണ്ട്. ദേഷ്യത്തോടെ ആന്റി അവിടുന്ന് ഇറങ്ങിപ്പോകും. എല്ലാവർക്കും നല്ല ദേഷ്യവും നിരാശയൊക്കെ ഉണ്ട്. എന്നാൽ രുക്കു മാത്രം ചിരി അടക്കാൻ പാടുപെടുക. രുക്കു സന്തോഷത്തോടെ മുറിയിലെത്തി തുള്ളിച്ചാടുന്നുണ്ട്. കഥ കടച്ച് കുറ്റിയിട്ടിട്ട് അവൾ ഫോൺ എടുക്കും. അച്ഛനെയാണ് അവൾ വിളിക്കുന്നത്. അച്ചു ആണെങ്കിൽ അവളുടെ കോളും വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കുമായിരുന്നു. അച്ചു സന്തോഷത്തോടെ ഫോൺ എടുത്ത് ഹലോ എന്ന് പറയുമ്പം രുക്കു പറയും, മനസ്സിലായി അച്ചു, എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. അവളുടെ ട്യൂണൊക്കെ മാറിയത് കേൾക്കുമ്പോൾ അച്ചുവിനും ഒരു ടെൻഷൻ ആവുന്നുണ്ട്. എന്താന്ന് ചോദിക്കുമ്പം രുക്കു പറയുന്നുണ്ട്, നിനക്ക് ഇത്ര ആത്മാർത്ഥത ഇല്ലാതായി പോയല്ലോ. എന്തുമാത്രം സ്വപ്നം കണ്ടിരുന്നതാ ഞാൻ. അച്ചു ചോദിക്കും, എന്തായി കല്യാണ നിശ്ചയമൊക്കെ? അവള് ചോദിക്കും, ഇപ്പോഴാണോ നീ അന്വേഷിക്കുന്നത്? നിശ്ചയം കഴിഞ്ഞു. അത് കേൾക്കുമ്പോൾ അച്ചുവിനൊരു അമ്പരപ്പാണ്. രുക്കു ഓരോന്നും പറയുന്നതിനിടെ അവള് ചിരി അടക്കാൻ പാടുപെടുന്നുണ്ട്. രുക്കു പറയും, അടുത്ത മാസം എന്റെ കല്യാണവാ. എന്റെ കല്യാണം നടന്നാൽ എന്താ, ആരെന്നെ കെട്ടിയാൽ എന്താ, അല്ലേ? അച്ചു ഒന്നും മിണ്ടാതെ ഒരു നിരാശയോടെ കട്ടിലേക്ക് ഇരിക്കും. ഇനി അച്ചുവിനെ ഇട്ട് വട്ട് കളിപ്പിക്കണ്ടെന്ന് തോന്നി രുക്കു സന്തോഷത്തോടെ പറയും, എടാ മോതിരം മാറൽ നടന്നില്ല, പകരം അടി നടന്നു. അച്ചുവിന് സന്തോഷമാവുന്നുണ്ട്. നടന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, സംഭവം ആകെ അലങ്കോലായി, ഇനി ആ ബന്ധം നടക്കില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് നമ്മളുടെ കാര്യം പറയാൻ തുടങ്ങിയതാ, പക്ഷെ അത് വേണ്ടി വന്നില്ല. അപ്പോഴത്തേക്കും അവര് കൊണ്ടുവന്ന മോതിരം കാണാനില്ല. പിന്നെ പറഞ്ഞ് വഷളായി. വിഷ്ണു വരുന്ന വഴി ഏതോ ഒരു പോലീസുകാരൻ അവരുടെ കാറിൽ കയറി. അയാള് ശരിക്കും പാര വെച്ചു. അതെല്ലാം കേട്ട് ചിരിയോടെയാണ് അച്ചു നിൽക്കുന്നത്. ആ പോലീസുകാരൻ അച്ചു ആന്ന് രുക്കു അറിയുന്നില്ലല്ലോ. അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.